മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ 2 ദിവസത്തിന് ശേഷമുള്ളൊരു രാവിലെ ആദിഷ് ആൻഡ് ഫാമിലി മർച്ചാന്റെ വീടിന് മുമ്പിൽ വന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നു. ഇവരെ നോക്കി ചെകുത്താൻ കുരിശി കണ്ട എക്സ്പ്രഷന് നൽകുന്ന കുറെ ആത്മാക്കൾ ഇപ്പുറത്തുമുണ്ട്. എന്റെ ബാല്യം ഈ 4 ചുവരുകൾക്കുള്ളിൽ നഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും എന്റെ കരച്ചിന്റെ ആഴമറിയാം. പക്ഷെ ഇപ്പോൾ ഞാൻ ആ ചെറിയ കുട്ടിയല്ല. ഇതേ സമയം ഹൈദറിന്റെ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം കുറച്ചൊന്നൊതുങ്ങി, മറച്ചാനൊഴികെ. അതിനു മുന്നോടിയായി ഇവരെ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നതും നെർമിനാണ്. പക്ഷെ രണ്ടും കൽപ്പിച്ചുള്ള മർച്ചാന്റെ നിൽപ്പ് കണ്ട് മോളെ പ്ലീസ് കുളമാക്കരുത് എന്ന് മനസ്സിൽ പറഞ്ഞ് നെർമിൻ അവളോട് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ചൊറിച്ചൽ സ്വഭാവം ജന്മനയുള്ള മുസയന്നത്തിന് ആ വെൽക്കം പിടിച്ചില്ല. ഇനിയുള്ള 187 ദിവസത്തേക്ക്, അതായത് നീ ആദിഷ് ഖറാന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് മുസയന്നൻ മർച്ചാന്റെ നേരെ കൈനീട്ടി. ഒട്ടും താല്പര്യമില്ലാതാണെങ്കിലും മർച്ചാൻ പിന്നെ അവരുടെ കയ്യിൽ മുത്തി. അത് കഴിഞ്ഞ് ഗസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യൂ എന്ന് ബിനാസിനോടൊന്ന് പറഞ്ഞത് മാത്രമേ നെർമിന് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ മുസയന്നൻ അടുത്ത ബോംബ് പൊട്ടിച്ചു. ആരുടെ ഗസ്റ്റ്? ഞങ്ങൾ ഈ വീടിന്റെ ഉടമസ്ഥരാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ലെന്ന് പറഞ്ഞ് സീനിൽ നിന്ന് നൈസായി ഒഴിയാൻ നോക്കിയ മുറാത്തിനെ ജമാൽ പിടിച്ചു നിർത്തി. എങ്ങോട്ട് പോന്നു? അവിടെ നിൽക്കടാ. എന്നാ പിന്നെ നമുക്ക് സമയം കളയാതെ ആ ചടങ്ങിലേക്ക് കടക്കാം. അസ്ലി, ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയല്ലേ? എല്ലാം സെറ്റാണ്. പോരാത്തതിന് എല്ലാവർക്കും ആളാം വീതം ഞാനോരോ കോപ്പി വീതം അയച്ചിട്ടും ഉണ്ടായിരുന്നു. വായിച്ചു കാണും. 1 മണിക്കൂറിനകം കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും കൃത്യസമയത്ത് എത്തിയേക്കണം അങ്ങോട്ട്. മോനെ, അകത്ത് കയറുന്നില്ല നീ? അതെന്തിനാ? നീ അവറ്റുകളുടെ മോന്ത കണ്ടല്ലേ? ആഹാ, എന്തൊരാനന്ദം. ഇല്ല, പണി ഇതുവരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ, ഇതുവരെയുള്ള പണിയെല്ലാം സൂപ്പറാണ്. ഇനി നീ ആ മാരേജിൽ നിന്നൊന്ന് മാറിയാ ബാക്കി കൂടി സെറ്റാവും. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞതല്ലേ? എടാ, നെസർ ഉള്ളത് കൊണ്ടല്ലേ നീ ഈ മാരേജിന് ആദ്യം ഓക്കെ പറഞ്ഞത്? ഇപ്പം ആ മാങ്ങത്തലാൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? പിന്നെന്തിനാ ഈ കല്യാണം? ഒന്നുകൂടി ആലോചിക്കുന്നേ. ആലോചിക്കട്ടെ. ഇത് കേട്ട് അസയുടെ മനസ്സിലാണ് ലഡ്ഡു പൊട്ടിയത്. അടുത്ത സീനിൽ മർച്ചാന്റെ വീടുമുറ്റമാണ് കാണിക്കുന്നത്. എല്ലാവരും കിളിപോയ അവസ്ഥയിൽ നിൽക്കുന്നു. ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മർച്ചാൻ, നമ്മൾ ഓൾറെഡി ഇതിലെല്ലാം സൈൻ ചെയ്തതാണ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആര് സൈൻ ചെയ്തു? ഞാനൊരിടത്തും കൊണ്ട് സൈൻ ചെയ്തിട്ടില്ല. ഈ പൊട്ട കൊണ്ടാട്ടിൽ എൻ്റെ പട്ടി സൈൻ ചെയ്യും. ഇത് കേട്ട് ഹൈദർ ഇവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ആലോചിച്ച് ഒരൊറ്റ നിപ്പ് നിന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഹൈദറിന്റെ കമ്പനിയിലേക്കുള്ള ആദിഷിന്റെ ഒരു മാസ് എൻട്രി കാണിക്കുന്നു. അസ്ലിയും ജമാലും കൂടെ ഉണ്ട്. ഈ ആദിഷിന്റെ കൂടെ സൈഡിൽ നടക്കുന്ന ചേച്ചിയെ കണ്ടോ? ഇവരുടെ പേരാണ് സാഹിദ. ആദിഷിന്റെ ഒഫീഷ്യൽ അസിസ്റ്റന്റ് ആണ്. പുള്ളിക്കാരിയുടെ അവൻ കഴിഞ്ഞ 5 വർഷത്തെ ഫയലെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറയുന്നു. മോനെ ആദിഷേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ നെസർ അറസ്റ്റിൽ നിന്ന് ഊരിപ്പോന്നു. ഇവനെ കൊണ്ട് അവനെ സൂക്ഷിക്കണം. കൊടുക്കുന്നുണ്ട് ഞാൻ അവനിട്ട്. നീ എന്താ അപ്സെറ്റ് ആയിരിക്കുന്നേ? ആ നെസറിനെ കുറിച്ച് ഓർത്തിട്ടാണോ? ആണെങ്കിൽ അതൊന്ന് വിട്, അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജമാൽ ആദേശിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മർച്ചാന്റെ എൻട്രി. മർച്ചാനെ കണ്ട് ഓടിച്ചാടി പോന്ന ഇവന്റെ പേരാണ് യസാർ. മർച്ചാന്റെ സ്വന്തം ആളാണ്. മാഡം, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഈ ഖറാൻസ് എങ്ങനെയാ നമ്മളെ തൊട്ടത്? ഈ വെഡിങ് വരെ സമയമുണ്ട്, നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞ സാധനം നീ പ്രിപ്പയർ ചെയ്തോ? അതൊക്കെ ഞാൻ ചെയ്തു. ഒരു കോപ്പ് ഞാൻ ഇമെയിലിലേക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതുമായിട്ട് എനിക്ക് മീറ്റിംഗ് റൂമിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. യവന്മാർ അത് മണത്ത് കണ്ടുപിടിക്കും. എൻ്റെ ക്യാബിനിലേക്ക് വെച്ചേക്ക്, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞെടുത്തോളാം. ആ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം എന്തായി? അത് ശരിയായോ? കിട്ടി. അതേ പ്ലേസ്, അതേ ടൈം. ഓക്കെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. ദേ ആദർശ് സാർ നമ്മളെ നോക്കുന്നുണ്ട്. ഞാൻ കണ്ടു. അഹമ്മദ് സാറുമായിട്ടുള്ള മീറ്റിംഗ് നന്നായി പോയാൽ ഇവനെ നമുക്ക് പുകച്ച് പുറത്തേ അടിക്കാം. അവൻ്റെ ഒരു കോൺട്രാക്റ്റ്. ആ നിൽക്കുന്ന കുറിപ്പ് എന്തോ ഒപ്പിക്കുന്നുണ്ട്. മിക്കവാറും അത് എൻ്റെ നെഞ്ചത്തോട്ടുള്ള പണി തന്നെയായിരിക്കും. പുറത്ത് ഹൈദറും മുറാത്തും കമ്പനിയിൽ വന്നിറങ്ങിയപ്പോൾ നസർ ചാടി വന്ന് അവരുടെ മുന്നിൽ നിന്നു. എന്നിട്ട് വീണ്ടും കാലും മാറിയതിൽ ഹൈദറിൻ്റെ 2 എണ്ണം പറയുന്നു. ഹൈദറും വിട്ടുകൊടുത്തില്ല. പിന്നെ ഹൈദർ നസറിൻ്റെ കഥ ചോദിച്ചറിഞ്ഞു. അതായത് ഈ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ട് എല്ലാം ബ്ലോക്ക്ഡാണ്. അതിന് ഏത് കാലത്ത് അൺബ്ലോക്ക് ആവുമെന്ന് അവന് പോലും അറിയില്ല. ഇത് കേട്ട് ഹൈദർ ഇനി മാരേജിന്റെ കാര്യം മിണ്ടിപ്പോവരുത് എന്ന് നസറിനോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പക്ഷെ കൂടെയുള്ള മുതലിനെ നസർ അവിടെ പിടിച്ചു നിർത്തി. ഇവരുടെ മാരേജ് തടയേണ്ടത് അത് നിന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ പൊന്നു നസർ, എല്ലാം കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല നീ? ഇതുങ്ങളൊക്കെ കൂടി ഇന്ന് രാവിലെ വീട്ടിലേക്ക് വന്നായിരുന്നു. നിക്ക്, അങ്ങനെ അങ്ങ് പോവാതെ. വേറെ ഒരു വഴിയില്ലെങ്കിൽ അവനങ്ങ് തട്ടിയാലോ? കൊല്ലാനോ? നീ എന്ത് വൈ പറയുന്നേ? പോട കള്ള അവിടുന്ന്. പറയുന്ന കേട്ടാത്തൊന്നും ആദ്യമായിട്ടാണ്.
ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി നസീർ ആദിഷിനെ കൊല്ലാനായി ഒരു ഗണ്ണെടുത്ത് മുറാത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ നാളെ ഈ വീഡിയോ പബ്ലിക് ആവാതെ ഞാൻ നോക്കിക്കോളാം. മീറ്റിംഗ് റൂമിൽ ആദേശ് ടീം നേരത്തെ തന്നെ എത്തി. പുറകെ കയറി വന്ന ഹൈദർ ആദേശ് ഇരിക്കുന്ന സീറ്റ് നോക്കി പല്ലിറുമ്പി. കടം കയറി മുടിയുന്നതിന് മുന്നേ ഉള്ള തന്റെ സ്വന്തം സീറ്റിലാണ് ഇപ്പോൾ ഈ പന്ത് കയറി ഇരിക്കുന്നത്. ഹൈദറിനെയും തെറ്റു പറയാൻ പറ്റില്ല, ആർക്കായാലും ദേഷ്യം വരും. സാഹിദ ഐശ്വര്യമായി മീറ്റിംഗ് തുടങ്ങിയപ്പോൾ അതാ ഒരു കുഞ്ഞാട് വാതിൽ തുറന്ന് കയറി വന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണോ അവിടെ കയറി വരുന്നത് എന്ന് പറഞ്ഞ് കയറി വന്ന പാടെ മുറാത്തിനെ ആദിഷ് ഗെറ്റൗട്ട് അടിച്ചു. വെറും 2 മിനിറ്റ് വൈകിയതിനാണോ നിന്റെ ഈ പ്രഹസനം? ഇത് പ്രഹസനമല്ല, ഇതാണ് പഞ്ച്വാലിറ്റി. ഇത് കേൾക്കേണ്ട താമസം ജമാൽ ചാടി ഓടിച്ചെന്ന് വാതിൽ തുറന്നു കൊടുത്ത് മുറാത്തിനെ പടിയടച്ച് പിണ്ടം വെച്ചു. ഇത് ഇൻസൾട്ടായി തോന്നിയ മുറാത്ത് നസീർ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആലോചിക്കുന്നു. കോൺട്രാക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് മാരേജ് കഴിഞ്ഞ് മാത്രമേ നടപ്പിലാകൂ. അതുവരെ കമ്പനിയിലുള്ള എല്ലാ പേയ്മെന്റ്സും അക്കൗണ്ട്സും സസ്പെൻഡ് ചെയ്യും. സ്വന്തം കാശ് മാത്രമേ കയ്യിലുണ്ടാവൂ എന്ന് സാരം. ഇത് കേട്ട് കൺട്രോൾ പോയ ഹൈദർ ചാടി എണീറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ ആദിഷ് മീറ്റിംഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈദറിനെ തടഞ്ഞു. ഇനി മുതൽ ലീഗൽ പേപ്പേഴ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അസ്ലി ആയിരിക്കും, ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് എല്ലാം സാഹിദ്. ഇത്രയും മാറ്റങ്ങൾ എന്തിനാണ്? ഇവിടെ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഈ കമ്പനിയുടെ CEO ഇപ്പം ഞാനാണ്, അതുകൊണ്ട് ഡിസിഷനും ഞാൻ എടുത്തോളാം. സാഹിദിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ യാസിറിന്റെ പേരാണ് മെർച്ചന്റ് സജസ്റ്റ് ചെയ്യുന്നത്. മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ ഹൈദർ ചാടി വെളിയിലിറങ്ങി. എല്ലാവരും പോവാൻ ഇറങ്ങിയപ്പോൾ ആദേശ് മെർജാനോട് മാത്രം നിൽക്കാൻ പറഞ്ഞു. ഇത് അസ്രീം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവുക. നിൽക്ക. എന്തിന്? ബിക്കോസ് എനിക്ക് തന്നെ ആവശ്യമുണ്ട്. അവനെ നോക്കി പല്ലിറമിക്കൊണ്ട് ഇരുന്നിടത്ത് തന്നെ അവളിരുന്നു. അടുത്ത സീനിൽ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് തേരാപ്പാര നടക്കുന്ന നെർമിന്റെ അടുത്തേക്ക് മുസയാനം വരുന്നു. നെർമിനത് മൈൻഡ് ചെയ്യാതെ മുന്നിൽ നിൽക്കുന്ന മുസയാനത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി മാരേജിന്റെ കാര്യം ഇൻഡയറക്റ്റായി ഓർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മാറി നിന്ന ബിന്നാസിനെ നോക്കി സെഹറ പറയുന്ന പോലെ ഇനി കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞു വിടുന്നു. നമുക്ക് കുട്ടികളുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കണ്ടേ? ഞങ്ങളുടെ അന്തസ്സിന് ചേർന്ന് ആർഭാടമായിരിക്കണം അത്. ഏത് കല്യാണം? ആ പെണ്ണിനെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു, ഇനി ഇതിന്റെ കല്യാണവും ഞങ്ങൾ നടത്തി കൊടുക്കണോ? ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് നെർമിൻ. വെറും 187 ദിവസത്തേക്കല്ലേ ഉള്ളൂ, അതിനത്ര ലക്ഷറി ഒന്നും വേണ്ട. ആദേശിന്റെ സൗകര്യത്തിന് അവൻ ഒരു ഡേറ്റ് പറയും, അന്നായിരിക്കും കല്യാണം. ഇതേ സമയം കമ്പനിയിൽ ആദേശ് ഓൺഗോയിങ് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചതും ഇടയ്ക്ക് കയറി മറിച്ചാൻ ഓൾറെഡി അതൊക്കെ മെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും അവിടുന്ന് പോകാനൊരു ശ്രമം നടത്തുന്നു. പക്ഷെ ആദേശ് അഗൈൻ വിട്ടില്ല. ഉടനെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് തൽക്കാലം റെഡി അല്ലാത്തത് കൊണ്ട് ആദ്യം മർജാൻ ഒന്ന് പെട്ടു. പക്ഷെ യാസിനോട് പറഞ്ഞ് ഉടനെ ശരിയാക്കാം എന്ന് പറഞ്ഞ് അതും അവൾ സെറ്റ് ചെയ്തു. ഇതെന്തോ ഇത്? ഓക്കെ കമ്മിയർ. ഇതെന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആദേശ് മർജാനെ അടുത്തേക്ക് വിളിച്ചു. ജോലിയോട് എന്നാ പറഞ്ഞാലും മർജാൻ ഒടുക്കത്തെ ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ അവൾ ഒരൊറ്റ നിപ്പി പറഞ്ഞു തീർത്തു. പൈ ആദേശ് പ്രൊജക്റ്റിൽ മാത്രം ശ്രദ്ധിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം മർജാൻ ഒന്നും കൂടെ പോകാനൊരു ശ്രമം നടത്തിയപ്പോൾ സ്വാഭാവികമായും ആദേശ് വിട്ടില്ല. പിന്നെയും കുറച്ച് കലപില സംസാരിച്ച് വഴക്ക് കൂടുന്ന പോയിന്റ് എത്തിയപ്പോൾ അവൾ പിന്നെയും എസ്കേപ്പ് ആവാൻ നോക്കി. ആദ്യം ഒത്തില്ലെങ്കിലും പിന്നെ അവൾ അവിടെ നിന്നും ഇറങ്ങി. ഇതിനെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. മർജാന്റെ ചാട്ടം കണ്ട് ആദേശ് മനസ്സിലോർത്തു. അടുത്ത സീനിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച മീറ്റിങ്ങിന് വേണ്ടി ഒരു കഫേയിലിരിക്കുന്ന മർജാനെ കാണിക്കുന്നു. പക്ഷെ അവളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വന്നത് ആദേശാണ്. ഇത് കണ്ട് കണ്ണു തള്ളി മർജാൻ ഒരൊറ്റ നിപ്പ് നിന്നു. തന്റെ എല്ലാ പ്ലാനും പാളിപ്പോയതറിഞ്ഞ് മർജാൻ പെട്ടെന്ന് സെഡായി. നിനക്കറിയാമോ, അഹമ്മദും ഞാനും ഒരു സ്കൂളിലാണ് പഠിച്ചത്. പുള്ളി എന്റെ സീനിയർ ആയിരുന്നു. ഇപ്പൊ പുള്ളി ഞാനാണ് കമ്പനിയുടെ പുതിയ CEO എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞു. ഇവന്റെ ഈ ചൊറിയുന്ന വർത്താനം കൂടെ കേട്ടപ്പോൾ മർജാൻ വാവിട്ട് തന്റെ ഈ വിവാഹത്തിനോടുള്ള എതിർപ്പ് അറിയിച്ചു. എന്നിട്ട് പോവാൻ തുടങ്ങിയ അവളെ പിടിച്ചു നിർത്തി അവനൊരു വാണിംഗ് കൊടുക്കുന്നു. മർജാൻ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ ഇനി കൂടുതൽ എന്തെങ്കിലും ഒപ്പിക്കുന്നതിന് മുൻപേ അതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. കുറച്ച് എതിർപ്പുണ്ടായിരുന്നെങ്കിലും അതൊന്നും അവൻ മൈൻഡാക്കിയില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ബിന്നാസിന്റെ അടുക്കള കാണിക്കുന്നു. ബറാത്ത് ഇപ്പോഴും ജോബ് അന്വേഷിക്കുകയാണ്. ശോ, എന്നാൽ ഇവർക്ക് ഇങ്ങനൊരു ഗതി വന്നത് കഷ്ടമായി. ആയ കാലത്ത് അവർ ചെയ്ത് കൂട്ടിയതിൻ്റെ ഒക്കെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയെന്ന് കൂട്ടിയാൽ മതി. ബിന്നാസിന്റെ വായിൽ നിന്നും അറിയാതെ വന്നതാണത്.
പക്ഷെ അവർ പിന്നെ കൂടുതലൊന്നും വിട്ടു പറയുന്നില്ല. ആ സെഹറ ഭയങ്കര ശല്യമാണ്. ആ പന്നിക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. അല്ല, എന്തൊരു തൊലിക്കെട്ടിയാണെന്ന് നോക്കിയോണേ. വെഡിങ് കഴിയുന്നതിന് മുന്നേ ഇവിടെ താമസിക്കാൻ. ഡേറ്റ് ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. എന്തേലും ചെയ്യട്ടെ. അപ്പോഴുണ്ട് ദേ വരുന്ന സെഹ്റ. പുള്ളിക്കാരി വന്ന ഉടനെ അവളുടെ ഭരണം തുടങ്ങി. ചീച്ചക്കും ബിനാസും അവിടെ പല്ല് കടിച്ചാണ് നിൽപ്പ്. എടി എടി കൊച്ചുമണ്ണെ, നീ കൂടുതലങ്ങ് ഭരിക്കാൻ വരല്ലേ. നീ ജനിക്കുന്നതിന് മുന്നേ തുടങ്ങിയതാ ഞാൻ ഈ പണി. ഇത് കേട്ട് നാക്കിളുക്കി സെഹ്റ വേഗം സ്ഥലം വിട്ടു. അടുത്ത സീനിൽ ആദേശും മർജാനും വീട്ടിൽ വന്നിറങ്ങുന്നു. അതെ, ഒന്ന് നിന്നേ. ഇനി മുതൽ നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഒരു കാര്യം പോലും എന്നെ അറിയിക്കാതെ ചെയ്യരുത്. കമ്പനിയിലും മാൻഷനിലും. ഇത്ര കണ്ടു ഭരിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളൊന്നുമല്ല. അതൊക്കെ അങ്ങ് നടക്കും ഫ്യൂച്ചർ വൈഫി. ഇത് കേട്ട് ചവിട്ടിത്തുള്ളി മർജാൻ അകത്തേക്ക് പോയി. ഇതേ സമയം പുറകിൽ മുറാദ് ആദേശിനെ നോക്കി നിൽപ്പുണ്ട്. നെസറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യമൻ ഇതുവരെ ആദേശിനെ തട്ടാത്തതിനുള്ള കാരണം ചോദിച്ച് മുറാദിനെ വഴക്ക് പറയുന്നു. മോനെ, ഇത് കൊതുകിനെ കൊല്ലുന്ന പോലെ അല്ല. ഇത് കേട്ട് നസീർ ഒന്നും കൂടെ വീഡിയോയുടെ കാര്യം ഓർപ്പിച്ചപ്പോൾ മുറാത്ത് ഒന്നടങ്ങി. ഇതൊന്നും അറിയാതെ ആദേശ് അവിടെ തന്നെ നിൽപ്പുണ്ട്. മുഖം മാറിയുള്ള അവന്റെ നിൽപ്പ് കണ്ട് ജമാലിന് കാര്യം പിടികിട്ടി. നീ മാൻഷനിൽ കയറിയില്ലേ? അവന്റെ മൂഡ് ശരിയല്ല എന്ന് കണ്ട് ജമാൽ അവനെ ആശ്വസിപ്പിക്കുന്നു. അതാണ് ബറാത്ത്. പോത്തുപോലെ വളർന്നിട്ടും അവന്റെ മുഖഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. പണ്ടത്തെ പോലെ തന്നെ. ദേ ചീച്ചക്ക്, അവളൊന്ന് ഒരുപാട് ചെറുതാ. പക്ഷെ ആ കാലമൊക്കെ അവരങ്ങ് മറന്നു തോന്നുന്നു. ബിനാസ് ചേച്ചിയാണ് എനിക്ക് ഫുഡ് തന്നിരുന്നത്. പക്ഷെ ഹൈദർ ഒരു ദിവസം അത് കണ്ടുപിടിച്ചു. അവർ ഒരുപാടന്ന് വഴക്ക് കേട്ടു. പിന്നെ അവരെനിക്ക് ഫുഡ് കൊണ്ടുവന്നില്ല. എന്നിട്ട് അവൻ പുറകെ കിടന്ന ഒരു ഒറ്റമുറി വീടിൻ്റെ അടുത്തേക്ക് നടന്നു. അവള് ചത്തു. ഇനി ഞാൻ പറയുന്നത് നീ കേട്ടോണം. ഞാനൊരു ദിവസം ഇതിനെല്ലാം നിങ്ങളെ കൊണ്ട് പകരം ചോദിപ്പിക്കും. ആ വഴികളിലൂടെ നടക്കുമ്പോൾ പഴയ പല കാര്യങ്ങൾ വീണ്ടും അവൻ്റെ ചെവിയിൽ മുഴങ്ങി. അടഞ്ഞു കിടന്ന ആ മുറി തുറന്നപ്പോൾ അവൻ വീണ്ടും അവൻ്റെ ചെറുപ്പം ആ മുറിയിൽ കണ്ടു. ഒച്ച ഉണ്ടാക്കിയ കാല് തല്ലി ഓടിക്കും ഞാൻ. നിന്റെ അച്ഛനും അമ്മയും ചത്തു. ഇനി ഇതാണ് നിന്റെ സ്ഥലം. ഇതെല്ലാം ഓർത്ത് അവൻ അവിടെ ഇരുന്ന് ഒരുപാട് കരയുകയാണ്. പെട്ടെന്ന് അവൻ കണ്ണു നിറച്ച് വീണ്ടും ദേഷ്യത്തോടെ എഴുന്നേറ്റു. അടുത്ത സീനിൽ മുസയാനും മർജാന്റെ റൂമിൽ തുണി കച്ചവടത്തിന് വന്നതാണ്. അതും എല്ലാം നല്ല കണ്ണാടി പോലത്തെ നേർത്ത തുണികൾ. എന്താ ഇവിടെ പരിപാടി? ഞാൻ മണവാട്ടിയുടെ റൂം ഒരുക്കുന്നു. എന്റെ റൂമിൽ പെർമിഷൻ ഇല്ലാതെ കയറാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നീ ആരാടി എനിക്ക് പെർമിഷൻ തരാൻ? ഇപ്പൊ ഈ മാൻഷനും ഈ റൂമും ഒക്കെ ഞങ്ങളുടെയാ. എന്നിട്ട് അതിൽ നിന്നൊരു അരിപ്പ പോലത്തെ ഡ്രസ്സ് എടുത്ത് കാണിച്ച് ഇത് ഫസ്റ്റ് നൈറ്റിൽ ഇടണം എന്ന് പറയുന്നു. പോ ഇവിടുന്ന്. ഈ കല്യാണം കഴിയുമ്പോൾ നീ ഒരു ഭാര്യയുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്യണം. എല്ലാം. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മകന് ഈ കമ്പനിയുടെ പാർട്ട്ണർ ആവണമായിരുന്നു. അതുകൊണ്ട് അവൻ ഈ മാരേജ് കോൺട്രാക്ട് ഉണ്ടാക്കി. ഇങ്ങനെ ടെമ്പർ തെറ്റി നിൽക്കുമ്പോഴാണ് ബാക്കി കണ്ണാടി ഡ്രസ്സും കൊണ്ട് സെഹറയുടെ വരവ്. എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇത്? പോവാൻ എന്ന് പറഞ്ഞ് അവൾ അതെല്ലാം വലിച്ചെറിഞ്ഞു. ഈ ബഹളം കേട്ടാണ് ആദിഷ് റൂമിലേക്ക് വരുന്നത്. എന്താ ഇവിടെ? എല്ലാരും എന്നെ വെച്ച് കളിക്കുകയാണ്. നീ എന്തായി പറയുന്നേ? ഞാനിനി എല്ലാം വിസ്തരിക്കണം നിന്നോട്. പോ എന്റെ റൂമിൽ നിന്ന്. ഇത് കേട്ട് ആദ്യം പൊട്ടനാട്ടം കാണുന്നവരിൽ നിന്ന് ആദേശ് അവൾ ഒച്ചയിട്ടപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് കുറെ കൂടെ നീങ്ങി നിന്നു. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയായി പെട്ടെന്നങ്ങ് പൊരുത്തപ്പെട്ടോ നീ? ഈ മുറിയിലും ഈ ലൈഫിലും. നെവർ, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞവൾ ഒരുപാട് വയലന്റ് ആകുമ്പോൾ അവൻ അവളെ തടയുന്നു. ആദ്യം നല്ല ദേഷ്യം വന്നെങ്കിലും മിർജാന്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ അവൻ പിടിവിട്ട് റൂമിൽ നിന്നിറങ്ങി. അവൾ അപ്പോഴത്തെ ദേഷ്യത്തിനും സങ്കടത്തിലും റൂമിലെ സാധനങ്ങളെല്ലാം അലറിക്കൊണ്ട് വലിച്ചു നിർത്തി. ഡോറിന്റെ അടുത്ത് നിന്ന് ആദേശ് ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം അവനും ഒരു വിഷമം തോന്നുന്നു. തന്തയെ പോലെ തന്നെ മകളും. അവൾ നമുക്ക് പണിയുണ്ടാക്കും, ഉറപ്പിച്ചോ? ഒന്നുമില്ല, അങ്ങനെ അങ്ങ് ഉറപ്പിക്കണ്ട. ഒരു ദിവസം അവളുടെ ആദേശ് വീണാൽ എന്ത് ചെയ്യും? ഓ, കരുന്നാക്കെടുത്ത് വളയ്ക്കാതെ. ആ പെണ്ണിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ആദേശിനെ വിശ്വാസമാണ്. അവൻ അത്ര പെട്ടെന്ന് പിന്മാറില്ല. സ്റ്റഡി റൂമിലെ പൊട്ടും പൊടിയും തുടയ്ക്കുന്നതിനിടയിൽ ആദേശ് പെട്ടെന്ന് കയറി വന്നപ്പോൾ പെട്ടെന്ന് ബിനാസ് ഒന്ന് പേടിച്ചു. ഏയ് കുഴപ്പമില്ല, കഴിഞ്ഞിട്ട് മതി. അയ്യോ ഇല്ല, ഓൾറെഡി കഴിഞ്ഞു. പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കി ബിനാസിനെ പുറകിൽ നിന്നും ആദേശ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷെ നിങ്ങൾ തുടർന്ന് ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ മക്കളോടും കൂടി പറഞ്ഞേക്കൂ. ഇത് കേട്ട് ബിനാസിന് ഒരുപാട് സമാധാനമാകുന്നു. സ്റ്റഡി റൂമിൽ നിന്ന് മനസ്സ് നിറഞ്ഞാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. എന്നാ അടിയാന്ന് പറഞ്ഞാലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും. നമുക്ക് വെഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഇപ്പോഴേ വെഡിങ് പിടിച്ചു നിൽക്കുവാണോ? ഇവിടെ ഒരു വെഡിങ്ങും ഇല്ല. ഇന്ന് രാവിലെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ. പിന്നെന്താ? എന്റെ അമ്മ ഒന്നും മിണ്ടാതിരി. കൊച്ചെ,
നീ വിചാരിക്കുന്ന പോലെയല്ല. നാട്ടുകാരെന്ത് പറയും? അവര് കളിയാക്കി ചിരിക്കും. അതിലിപ്പോ ഇത്ര വിഷമിക്കാൻ എന്താ? അതൊക്കെ ഓൾറെഡി കഴിഞ്ഞതല്ലേ. ഒന്ന് നിർത്ത്, ഒന്ന് മര്യാദയോട് സംസാരിക്കും. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മര്യാദ അർഹിക്കുന്നവർക്കേ കൊടുക്കാറുള്ളൂ. ഡൈനിങ് ടേബിളും ഒരങ്കത്തട്ടാകുന്നു എന്നറിഞ്ഞ് മർജാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. മുറാത്തിന്റെ ഉറക്കം പോയിട്ട് ഏതായാലും കുറച്ചു നാളായി. അവസാന ദിവസം നാളെയാണെന്ന നിസറിന്റെ മെസ്സേജ് കണ്ട് അതിൽ എഗ്രി ചെയ്ത് മുറാത്ത് റിപ്ലൈ കൊടുക്കുന്നു. എന്തു പറ്റി നീ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് നീ ആലോചിച്ചോ? നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നവരാണ്. അയാളുടെ വേദന കാണാൻ. ഇപ്പോൾ അയാളുടെ തിരുമോന്ത കണ്ട് ഇവിടെ നിൽക്കാൻ നല്ല മടിപ്പുണ്ട്. അതിന്റെ കൂടെ നീ ചുമ്മാ ഇങ്ങനെയുള്ള ഡീലുണ്ടാക്കി എന്റെ സമാധാനം കളയരുത്. അത് കേട്ട ആദേശ് വളരെ സ്നേഹത്തോടെ മുസയാനത്തിന്റെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയെ നിരാശപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നാ നീ ഞാൻ പറയുന്നത് കേക്ക്. ഈ വേസ്റ്റ് മാരേജിന്റെ കാര്യം പറഞ്ഞ സമയം കളയാതെ നമ്മുടെ എയിമിൽ ഫോക്കസ് ചെയ്യും. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. സ്വസ്ഥമായി ഡെമറ്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വലഞ്ഞു കയറി വന്ന ആദേശ് അത് കുളവാക്കി. നാളെ മുതൽ ഇത്ര ലേറ്റ് ആവില്ല, സോറി, ഞാൻ ശ്രദ്ധിച്ചോളാം. നല്ല കാര്യം. പെട്ടെന്ന് പോവാൻ തുടങ്ങിയ മറിച്ചാനെ അവൻ കൈ പിടിച്ചു നിർത്തി. കൈന്ന് വിട്, എനിക്ക് സംസാരിക്കണം. ഇന്നത്തെ നിന്റെ ടോർച്ചിന്റെ കോട്ട കഴിഞ്ഞു, ഇനി നാളെ ആവാം. എന്നാ ശരി. പെട്ടെന്ന് അവൾ അവിടെ നിന്നും പോയി. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ജോഗിങ്ങിന് ഇറങ്ങിയതാണ് ആദിഷും ജമാലും. എന്നാ പറ്റിയടാ? ഇന്ന് പതിവിലും പതുക്കെയാണല്ലോ. എടാ, ഞാൻ ആ മാരേജ് കോൺട്രാക്ട് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. നെസറ് കാരണം അപ്പോഴത്തെ വാശിപ്പുറത്ത് പറഞ്ഞതാണത്. നീ എന്നെ വേണേലും ചെയ്യടാ, എന്തിന് നമ്മൾ കൂടെയുണ്ട്. ഇപ്പോഴേ വിളിച്ച് പറയാൻ പോവാണോ? എവൾക്ക് ഇന്നലെ സംസാരിക്കാൻ മൂടില്ലെന്നാ പറഞ്ഞേ. സോ ഇന്നെല്ലാം തീർത്തു വിട്ടേക്കാം. അടുത്ത സീനിൽ ഒരു കാര്യമില്ലാതെ നമ്മുടെ അസ്ലി കൊച്ച് വെറുതെ മർജാന്റെ തോളിനിട്ട് ഒരു ഇടി കൊടുത്തിട്ട് മാസ് കാണിച്ച് നടന്നുപോയി. എന്തിനാണോ എന്തോ. അപ്പോഴാണ് ആദിഷിന്റെ കോള് വരുന്നത്. ദേ അടുത്ത മരണം എന്ന് പറഞ്ഞവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഞാനൊരു ലൊക്കേഷൻ ഇടാം, വേഗം അവിടേക്ക് വരണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നേരിട്ട് കണ്ടാലേ ഒക്കത്തുള്ളോ? ഫോണിൽ കൂടെ പറഞ്ഞാൽ എന്താ? മനുഷ്യനല്ലെങ്കിലും ഇവിടെ സമയമില്ല. ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വേഗം വരാൻ നോക്ക്. ഇത്രയും പറഞ്ഞവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. നിർത്തിപ്പോയോ? ഈ മരപ്പട്ടിയെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. എപ്പോഴും അവൻ്റെ ഓരോ ഓർഡേഴ്സ്. നേരിട്ട് സംസാരിക്കണം പോലും. എന്നാ പറ്റിയടി? നീ എന്നെ തന്നെ ഒന്ന് സംസാരിക്കുന്നേ? ഇന്ന് ബഹുമാനപ്പെട്ട ആദർശ് സാറിന് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് ലൊക്കേഷനൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യം? ദേ ലൊക്കേഷൻ ഇട്ടു. ഇനി അടുത്തത് എന്ത് വയ്യാവേലിക്കാണോ വിളിക്കുന്നത്? നോക്കട്ടെ, ഞാനും വരാം. ഇവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. വാ. എന്റെ മുറാത്ത് ഇത്രയും ടെൻഷനൊന്നും അടിക്കണ്ട. നീ ഒന്നും പറയണ്ട, ഞാനും വരുന്നു. വാ, വണ്ടി കയറ്. കുറെ നേരമായി മർജാനെ നോക്കി മുഷിഞ്ഞു നിൽക്കുകയാണ് ആദേശ്. പെട്ടെന്ന് അവളുടെ കാർ എത്തിയതും ഒന്നും കൂടി കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ മുറാത്തിനെ കണ്ടു. നീ ഇവിടെ ഇരുന്നാ മതി, ഞാൻ അവനോട് ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. ഇല്ല, ഞാൻ വരും. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നീ വന്നാ മതി. ഓ, ഇവൻ ഇപ്പം ആരും ഇങ്ങോട്ട് വിളിച്ചേ? മുറാത്തിനെ കണ്ട് ആദിഷ് മനസ്സിലോർത്തു. നീ എന്നതിനെ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയേ? നിന്റെ സിസ്റ്റർ എവിടെ? നീ എന്നതാന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാം അവളോട്. ഇനി എൻ്റെ പെങ്ങളെങ്ങാനും വിളിച്ച് ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ, മര്യാദയ്ക്ക് മാരേജ് നിർത്തിക്കോ, അതാ നിനക്ക് നല്ലത്. ഒന്ന് പോയട ചെക്ക, നിന്നോടൊന്ന് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. ചെക്കനോ? ആരാടാ ചെക്കൻ? എന്നും പറഞ്ഞ് മുറാത്ത് ആദേശിന്റെ കാരണത്തിനിട്ട് ഒരെണ്ണം കൊടുത്തു. ആ അടിക്ക് പകരം ഒരു ചവിട്ടും 2 അടിയും കൂടെ കിട്ടിയപ്പോൾ മുറാത്ത് ഏട്ടന് സമാധാനമായി. ഇനി ഇങ്ങനെ നോക്കി നിന്ന ചേട്ടന്റെ മയ്യത്തെടുക്കേണ്ടി വരുമെന്ന് തോന്നിയ മർജാൻ വേഗം ഇതിന്റെ ഇടയിൽ കയറി. മാറടാ, മാറി നിൽക്കാൻ. താഴെ കിടക്കുന്ന മുതലിനെ എടുത്ത് വേഗം വീട്ടിൽ പോകാം എന്നോർത്ത് മുറാത്തിന്റെ അടുത്തേക്ക് മർജാൻ പോയി. ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നോർത്ത് തിരിഞ്ഞു നടന്ന ആദേശിനിട്ട് പെട്ടെന്നാണ് വെടിയേറ്റത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ആദേശ് കണ്ടത് നിലത്ത് കിടക്കുന്ന ഗണ്ണും അതിനു മുന്നിൽ നിൽക്കുന്ന മുറാത്തിനെയും മർജാനെയുമാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരു പുതിയ എപ്പിസോഡുമായി നാളെ കാണാം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് RJ അന്നക്കുട്ടി.